പ്രണയസഖി ഭാഗം 37. രാത്രി വർണ്ണ കട്ടിലിൽ കിടക്കുകയാണ്. ഇതുവരെയായിട്ടും അവൾ ഉറങ്ങിയിട്ടില്ല. എന്തൊക്കെയോ ആലോചനകളിലാണ്. ശിവ താഴെ നിന്ന് മുകളിലേക്ക് വന്നിട്ടില്ല. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അത് ശിവയാണ് എന്നവൾക്ക് മനസ്സിലായി. എങ്കിലും തിരിഞ്ഞവനെ നോക്കിയില്ല. അങ്ങനെ തന്നെ കിടന്നു. അവൻ റൂമിലെ ലൈറ്റ് ഓഫാക്കുന്നതും തിരികെ വന്ന് കട്ടിലിലേക്ക് കിടക്കുന്നതും അവൾ അറിഞ്ഞിരുന്നു. അവൻ കിടന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവനിലേക്ക് ചേർന്ന് കിടന്നു കഴിഞ്ഞിരുന്നു. ഉറങ്ങിയില്ലേ നീ? ഉറക്കം വരുന്നില്ല. അവളുടെ പതിഞ്ഞ ശബ്ദം. കരഞ്ഞോ നീ? അവൻ അവളുടെ തലയിലൊന്ന് തലോടി. ആളുകളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല അല്ലേ ദേവേട്ട? അവനൊന്ന് മൂളി അതിന്. സഞ്ജനയും സിദ്ധാർത്ഥും ഒന്നും ആലോചിക്കണ്ട. അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് കരുതിയാൽ മതി. ഇവിടെയും ഞാൻ എല്ലാവരോടും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ദിവാകരൻ എന്ന നിൻ്റെ ചെറിയച്ഛനൊരു ഫ്രോഡാണെങ്കിലും അയാൾക്ക് ഒരിക്കലും തൻ്റെ മക്കൾ തൻ്റേതല്ല എന്നുള്ളത് സഹിക്കാനാവില്ല. അതുകൊണ്ട് ഈയൊരു കാര്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ? ചെറിയമ്മ അങ്ങനെ ഒരു സ്ത്രീയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഒന്നും നമ്മൾ കരുതുന്നത് പോലെ അല്ല മോളെ. ആരും നമ്മൾ കരുതുന്നത് പോലെയല്ല. ഒരാളെ അയാൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അവളെ ഒന്ന് മുഖം താഴ്ത്തി നോക്കുമ്പോൾ അവൻ പറയുന്നതെല്ലാം അവൾ ശ്രദ്ധയോടെ കേട്ട് കിടക്കുന്നുണ്ട്. എല്ലാം കലങ്ങി തെളിഞ്ഞു. അങ്ങനെ മാത്രം ചിന്തിക്ക്. വേറൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. ദേവേട്ടന് വിഷമമൊന്നുമില്ലേ? അവൾ അവൻ്റെ നെഞ്ചിൽ താടി കുത്തി കിടന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വിഷമം ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളാവും. വിഷമമുണ്ട്. ഒന്നും അറിയാത്ത എൻ്റെ പൊന്നുവിനെ അവൾക്ക് ഞങ്ങളോടെങ്കിലും എല്ലാം പറയായിരുന്നില്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ അവളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേനെ. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് സങ്കടം. പിന്നെ ഇതൊക്കെ ചെയ്തത് അയാളാവുന്ന ഒരിക്കലും കരുതിയില്ല. സതീശനെ മാത്രമായിരുന്നു സംശയം. പക്ഷേ സതീശനേക്കാളും വൃത്തികെട്ടവനാണ് അയാളെന്ന് അറിയാൻ വൈകിപ്പോയി. അത് പറയുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വീണ്ടും ഒന്ന് ചുവന്നു വന്നു. അവൾ അവനിലേക്ക് ഒന്നുകൂടി പറ്റി ചേർന്ന് കിടന്നു. ഉറങ്ങിക്കോ. അവൻ അവളുടെ മൂർധാവിൽ ചുണ്ടമർത്തി വെച്ചു. അങ്ങനെ കിടന്ന് ഇരുവരും ഉറക്കത്തിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞു. ഇന്ന് ശിവയും വർണ്ണയും ചേർന്ന് കൈലാസത്തിലേക്ക് പോവുകയാണ്. മറ്റൊന്നുമല്ല, അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനും പിന്നെ അവിടെയുള്ളവരുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കളപ്പുരക്കിലേക്ക് തിരികെ കൊണ്ടുവരാനുമാണ് പോകുന്നത്. അവിടെ പോയി സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് വർണ്ണയുടെ വീട്ടിലൊന്ന് കയറാമെന്ന് കരുതി ശിവ വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ? ശിവ ചോദിച്ചതും വർണ്ണ അവനെ എന്താണെന്ന രീതിയിൽ നോക്കി. നിന്നെ എനിക്ക് വിവാഹം ചെയ്യാൻ നിന്റെ ചെറിയച്ഛനെ എങ്ങനെ സമ്മതിപ്പിച്ചു എന്ന് നിനക്കറിയണ്ടേ? വർണ്ണ ശിവയെ നോക്കിയിരുന്നു. സിദ്ധാർത്ഥില്ലേ? അവൻ കാരണമാണ്. അത് പറഞ്ഞതും വർണ്ണ മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി. ഇഷയുടെ കൂടെ തന്നെ അറസ്റ്റ് ചെയ്ത ഒരുത്തനില്ലേ, ശ്രാവൺ? അവൻ്റെ കൂടെ ഡ്രഗ് ഡീലിങ്ങിന് സിദ്ധാർത്ഥും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടുപിടിച്ചിട്ടാണ് ദിവാകരൻ്റെ അടുത്ത് വരെ വന്നത്. നിന്നെ കെട്ടിച്ചു തന്നില്ലെങ്കിൽ അവനെ പോലീസിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് പേടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പുള്ളി വീണു. തമാശയോടെ ശിവ പറഞ്ഞതും വർണ്ണ അവൻ്റെ കയ്യിൽ ഒന്ന് അമർത്തി കടിച്ചു. കളിയും ചിരിയുമായിട്ട് ഇരുവരും വർണ്ണയുടെ വീട്ടിലേക്ക് പോയി. അവിടെ വീട്ടിലേക്ക് കയറിയില്ല. മുത്തശ്ശിയുടെ അസ്ഥിത്തറയിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ചു. ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് തിരികെ കയറില്ല എന്ന് പണ്ടേ തീരുമാനിച്ചതാണ്. തങ്ങളെ കണ്ടപ്പോൾ വീടിൻ്റെ ഉമ്മറത്തേക്ക് വന്ന ചെറിയമ്മയെ അവൾ മനഃപൂർവ്വം അവഗണിച്ചു. അത്രയും അവൾ വെറുത്തു പോയിരുന്നു ആ സ്ത്രീയെ. അവിടെ നിന്ന് നേരെ കളപ്പുരക്കിലേക്ക് തിരിച്ചു. ദിവസങ്ങൾ പിന്നെയും പോയി മറഞ്ഞു. ഒരു മാസത്തിനു ശേഷം. ഈ ഒരു മാസം കൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ശിവയുടെയും വർണ്ണയുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി മറ്റുള്ളവരുടെ കാര്യം പറയുവാണെങ്കിൽ അന്നത്തെ സംഭവത്തിനു ശേഷം സതീശനെയും മാധവനെയും ഒരഗതി മന്ദിരത്തിലേക്ക് കൊണ്ടുപോയാക്കി. എല്ലാ മാസവും അവിടേക്കുള്ള ഒരു നിശ്ചിത തുക മുഴുവൻ സ്പോൺസർ ചെയ്യുന്നത് കളപ്പുരയ്ക്കൽ തറവാട്ടിൽ നിന്നാണ്. എവിടെയാണ് എന്താണെന്നറിയാതെ ആരുമില്ലാതെ ആരെയും അറിയാതെ ഇരുവരും അവിടെ കഴിഞ്ഞുകൂടുന്നു. കാമം മൂത്ത് കണ്ണ് കാണാതിരുന്ന അയാൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്ന് നടക്കാൻ പോലും ഇപ്പോൾ ആവില്ല. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കെല്ലാം ഭൂമിയിൽ തന്നെ ശിക്ഷ അനുഭവിച്ച് തീർക്കുന്നു. കളപ്പുരയ്ക്കൽ തറവാട്ടിൽ നിന്ന് ആരും അങ്ങോട്ട് അവരെ അന്വേഷിച്ച് പോകാറില്ല. സ്വന്തം അമ്മ പോലും മാധവനെക്കുറിച്ച് ഒരു വാക്ക് പോലും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ചെറിയമ്മയ്ക്ക് ആദ്യമൊക്കെ മാധവനില്ലാത്തൊരവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം അയാൾ അവർക്കൊരു വില കൊടുത്തിരുന്നില്ല. എങ്കിലും ഭർത്താവ് എന്ന രീതിയിൽ അവർക്ക് അയാളോട് വല്ലാത്തൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവാണല്ലോ. പക്ഷേ ഒരാഴ്ച കൊണ്ട് തന്നെ ചെറിയമ്മയെ എല്ലാവരും ചേർന്ന് ഓക്കെ ആക്കി എടുത്തിരുന്നു. കാരണം അയാളെപ്പോലെയുള്ള ഒരാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതാനാണ് എല്ലാവരും അവരോട് പറഞ്ഞത്. ചെറിയമ്മ ഒറ്റ മകളായിരുന്നു. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ആരും ഇല്ലാതായി.
അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ധൈര്യത്തിലാണ് മാധവൻ ഈ കാലമത്രയും ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്. അയാളുടെ ഈ കൊള്ളരുതായ്മകളെല്ലാം അവർക്കറിയാമെങ്കിലും പോകാനൊരിടമില്ലാത്തത് കൊണ്ട്, സ്വന്തമെന്ന് പറയാൻ ആരും ഇല്ലാത്തത് കൊണ്ടുമാണ് ഇത്രയും നാളും കടിച്ചു പിടിച്ചാണെങ്കിലും അവിടെ തന്നെ നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം പുറത്തു വന്ന് അവർ അയാളില്ലാത്ത ജീവിതത്തിൽ പൊരുത്തപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ 2 ജന്മം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കാനാണ് ഇന്ന് അവർക്കിഷ്ടം. പിന്നെ ഇഷയുടെ കാര്യം പറയാനാണെങ്കിൽ, അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത പാക്കറ്റിൽ ഡ്രഗ്സ് തന്നെ ആയിരുന്നു എന്നവർ തെളിയിച്ചിരുന്നു. കേസ് നടത്താനൊന്നും ആരും പോയില്ല. അതിനുശേഷം അവളെ ജയിലിലാക്കി. ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവളുടെ മാനസിക നില തെറ്റിത്തുടങ്ങി. ഒടുവിൽ ഇപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ്. ഇതെല്ലാം ഈ ഒരു മാസം കൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയതാണ്. ഭയങ്കര വയലൻ്റാണ് അവൾ. ആക്രമണാസക്തി ഉള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് ഒരു ജയിലഴിയിലാണ് അവളെ ഇട്ടിരിക്കുന്നത്. അവളെ അന്വേഷിച്ച് ആരും പോകാറില്ല. പിന്നെ ഡ്രഗ് കേസ് ആയതുകൊണ്ട് ആരും ഇടപെടാനും വന്നില്ല. ശിവ ഇപ്പോൾ കളപ്പുരയ്ക്കൽ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ MDയും അവനാണ്. ഹോസ്പിറ്റലിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അവൻ തന്നെയാണ്. അവിടെ തന്നെ നേഴ്സായിട്ട് വർണ്ണ ജോലി ചെയ്യുന്നുണ്ട്. ശിവ ഗൈനക്കോളജിസ്റ്റായിട്ടും. നല്ലൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മാസം കൊണ്ട് അവന് നല്ല പേരാണ്. അതിലേറ്റവും സന്തോഷിച്ചത് വർണ്ണ തന്നെയാണ്. 2 പേരും ഒരുമിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും വരുന്നതും. പതിവ് പോലെ രാവിലെ ഉണർന്ന് 2 പേരും ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറാകുകയാണ്. ഇന്ന് വൈകിട്ട് നമുക്ക് കൈലാസത്തിലേക്കൊന്ന് പോകാം. റെഡിയാകുന്നതിനിടയിൽ ശിവ വർണ്ണയോടായി പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയി അവിടെയെല്ലാം വൃത്തിയാക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്ന് കരുതി വർണ്ണ തലയാട്ടി സമ്മതിക്കുകയും ചെയ്തു. 2 പേരും റെഡിയായി താഴേക്കിറങ്ങി. അമ്മ, ഞങ്ങൾ ഇന്ന് വരില്ല, കൈലാസത്തിലേക്ക് പോകും. പിന്നെ നാളെ ലീവാണ്. നാളെ ഒരു ഉച്ചയാകുമ്പോഴേക്കും തിരികെ വരാം. ശിവ അമ്മയോടായി പറഞ്ഞതും വർണ്ണ അവനെ സംശയത്തോടെ നോക്കി. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ തലയും വാലും ഇല്ലാതെ ഓരോന്ന് പറയും. അതിൽ നല്ലതൊന്നും ചോദിക്കാതിരിക്കുന്നതാണ്. അമ്മയോട് യാത്ര പറഞ്ഞ് ഇരുവരും ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. കാറിലേക്ക് കയറിയപ്പോൾ മുതൽ വർണ്ണയുടെ മുഖം ഒരു കൊട്ട പോലെ വീർത്തിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ശിവയ്ക്കറിയാം. എന്താണ്, എൻ്റെ ഭാര്യയ്ക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? സാധാരണ എന്തെങ്കിലും കലപില സംസാരിച്ചിരിക്കുന്നവളാണ്. അവളിന്ന് നിശബ്ദമാണ്. അത് കണ്ടതും അവളെ ഒന്ന് ചൊറിയാൻ വേണ്ടി ശിവ മനഃപൂർവ്വം ചോദിച്ചു. ഇല്ല. ഒറ്റ വാക്കിൽ അവൾ മറുപടിയും കൊടുത്തു. അങ്ങനെ അല്ലല്ലോ, എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. അവൻ അവളെ ഒന്ന് കുത്തി പറഞ്ഞു. എനിക്കൊന്നും ചോദിക്കാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. അവൾ കെറുവോടെ തിരികെ പറഞ്ഞു. അവൻ അതിനൊന്ന് ചിരിച്ചു. ഇപ്പോൾ പറയുന്നില്ല, പക്ഷെ ഇന്ന് തന്നെ പറയും. പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. കുറച്ചു സമയം കൊണ്ട് തന്നെ കാറ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. പാർക്കിംഗ് ഏരിയയിൽ കാറ് നിർത്തിയതും അവൾ അവനെ നോക്കാതെ തന്നെ ഹോസ്പിറ്റലിനകത്തേക്ക് നടന്നിരുന്നു. അവളുടെ ആ പോക്ക് കണ്ട് ഒന്ന് ചിരിച്ച് അവനും അകത്തേക്ക് നടന്നു. ലേബർ റൂമിലാണ് വർണ്ണയ്ക്ക് ഡ്യൂട്ടി. അതുകൊണ്ട് ശിവയും വർണ്ണയും എപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോഴും വർണ്ണയുടെ മുഖം വീർത്ത് കിട്ടിയിരുന്നു. അവനത് കണ്ട് അവളെ നോക്കി ചിരിച്ചുവെങ്കിലും അവൾ അവനെ മൈൻഡ് പോലും ചെയ്തില്ല. വൈകുന്നേരത്തെ കൊണ്ട് ഈ പിണക്കം എല്ലാം തീരുമെന്നറിയാവുന്നത് കൊണ്ട് ശിവ പിന്നെ കൂടുതൽ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പോയില്ല. വൈകുന്നേരം വർണ്ണയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ശിവ വരാൻ വേണ്ടിയിട്ട് അവൾ കാത്തിരിക്കുകയാണ്. കാറിൻ്റെ ഡോറിലേക്ക് ചാരി അവൻ വരുന്നത് നോക്കി നിൽക്കുകയാണ് അവൾ. കുറച്ചു നിമിഷം കാത്തു നിന്നതിന് ശേഷം അവൻ വരുന്നത് കണ്ടതും അവൾ മുഖം വീർപ്പിച്ച് പിടിച്ചു. അവളുടെ വീർപ്പിച്ചു വെച്ചിരിക്കുന്ന കവിളിൽ അവൻ കാറിൻ്റെ കീ കൊണ്ട് ഒന്ന് കുത്തി. അപ്പോഴേക്കും അവൻ്റെ കൈ അവൾ തട്ടിമാറ്റി. കാറിനകത്തേക്ക് കയറിയിട്ടും അവളുടെ മുഖം വീർത്ത് തന്നെ ഇരിക്കുകയാണ്. ആ മുഖം ഒന്ന് നേരെ വെക്ക്. ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുമല്ലേ? ഇനി അങ്ങനെ തന്നെ ഇരുന്നാൽ ചിലപ്പോൾ ആ കവിള് പൊട്ടിപ്പോകും. കാർ ഓടിക്കുന്നതിനിടയിൽ അവൾ അങ്ങനെ തന്നെ ഇരിക്കുന്നത് കണ്ടതും അവൻ അവളെ കളിയാക്കി. ഞാൻ മുഖം വീർപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. എന്ത് കാരണം? പിന്നെ ദേവേട്ടൻ ചെയ്യുന്നതെല്ലാം കണ്ട് ഞാൻ ചിരിച്ചു നിൽക്കണോ? അതിന് ഞാനെന്ത് ചെയ്തു? എന്ത് ചെയ്തു എന്നോ? ദേവേട്ടൻ എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യും. എന്നോടൊന്നും പറയില്ല, എൻ്റെ അഭിപ്രായം ചോദിക്കുകയില്ല. അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്തു? എന്നോട് കൈലാസത്തിലേക്ക് പോകുന്നത് മാത്രമല്ലേ പറഞ്ഞത്? ഇന്ന് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നാളെ നമ്മൾ ലീവാണെന്നും പറഞ്ഞിട്ടില്ല. അമ്മയോട് പറഞ്ഞപ്പോൾ കേട്ടില്ലേ? അത് പറഞ്ഞതും അവൾ പുച്ഛിച്ചു. വർണ്ണ, നീ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ട്. അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ കൈലാസത്തിലേക്ക് പോകുന്നത്. അവൻ പറഞ്ഞതും അവളുടെ മുഖം സംശയത്തോടെ ഒന്ന് ചുളിഞ്ഞു. മറന്നു എന്നോ? ഞാനോ? ഇല്ല ഇല്ല ദേവേട്ടാ, ഞാനെല്ലാം കൈലാസത്തിൽ നിന്ന് എടുത്തതാണ്. ഒന്നും അവിടെ മറന്നു വെച്ചിട്ടില്ല. ഒന്ന് ഓർത്തു നോക്ക്. കൈലാസത്തിലേക്ക് എത്തുന്നത് വരെ നിനക്ക് സമയമുണ്ട്. അതുവരെ ഈ കുട്ടിത്തല ഒന്ന് ആലോചിച്ച് പുകയട്ടെ. അവൻ അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു.
അവൻ അങ്ങനെ പറഞ്ഞതും വർണ്ണ കാര്യമായിട്ടുള്ള ആലോചനയിലായിരുന്നു. ശിവ അവളെ ഒന്ന് പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് കാർ ഓടിച്ചു. എത്രയൊക്കെ ആലോചിച്ചിട്ടും വർണ്ണയ്ക്ക് എന്താണ് താൻ മറന്നുപോയത് എന്ന് കിട്ടുന്നില്ലായിരുന്നു. അവളുടെ ഓർമ്മയിൽ കൈലാസത്തിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും താൻ എടുത്ത് കളപ്പുരക്കിലേക്ക് കൊണ്ടുവന്നതാണ്. പിന്നെയും എന്താണ് മറന്നുപോയത് എന്നവൾ കാര്യമായിട്ട് തന്നെ ആലോചിച്ചിരുന്ന് അവൾക്ക് വീടെത്തിയത് പോലും മനസ്സിലായില്ല. ശിവ വണ്ടി കാർ പോർച്ചിലേക്ക് കയറ്റി നിർത്തി. ഇറങ്ങ്, അവളോട് പറഞ്ഞ് അവനും ഡോറ് തുറന്നിറങ്ങി അകത്തേക്ക് കയറി. വർണ്ണ ഒറ്റ നിമിഷം ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഈ വീട് തനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. താൻ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നായിരുന്നു. അവളുടെ കണ്ണുകൾ ചുറ്റും ആ വീട് മുഴുവനായിട്ടൊന്ന് പാഞ്ഞു. തുടരും. നമ്മുടെ സ്റ്റോറി ഇനി ഓൾമോസ്റ്റ് 1 അല്ലെങ്കിൽ 2 പാർട്ട്, അതിൽ കൂടുതലില്ല കേട്ടോ. തീരുവാണ് ഇതോടുകൂടി. 1 or 2 കൂടിപ്പോയാൽ 3, കാരണം ഫൈനൽ പാർട്ടും കൂടി ഇത്തിരി ലെങ്തി ആയിട്ട് വന്നെയാണെങ്കിൽ 3, അത്രേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞ് സ്റ്റോറിയാണ്. അവരുടെ ജീവിതത്തിൽ നടന്നൊരു ഇമ്പോർട്ടൻ്റ് കാര്യം കഥയായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു. ആകെ ഇത്തിരി പാർട്ടേ ഉള്ളൂ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഈ കഥ. അല്ലാണ്ട് ഇതിനുള്ളിലോട്ട് ഡെപ്തിലോട്ട് ഇറങ്ങിച്ചെന്ന് അങ്ങനെ ഒന്നുമില്ല. സിമ്പിളായിട്ടുള്ളൊരു ലവ് സ്റ്റോറി. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.